തകർക്കുവാണോ? പുലിയാണല്ലേ? ചൂടുകൾ വെച്ചോ? എങ്ങനെ കളിക്കാൻ പോകുന്നേ? ചെറിയ കുട്ടികൾക്ക് വരെ ഈ ആവേശമാണ്. അങ്ങനെ ഏറ്റവും മുതിർന്ന ആളുകളുണ്ട്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, കുട്ടിപ്പുലികളൊക്കെ ഉണ്ട് ഈ കനാട്ടുകര ദേശത്ത് മാത്രമല്ല എല്ലാ ദേശക്കാർക്കൊപ്പവും അത്തരം ആളുകളുണ്ട്. പലരും മറ്റൊരു കുട്ടി ഒരു പുലിയെ കാണാൻ വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പേർ, ഒരു പോലീസ് കക്ഷി പോലീസ് ഉദ്യോഗസ്ഥനെടുത്ത് ആ കുട്ടിയെ കാണിക്കുകയാണ്. ഇത്തരത്തിലുള്ള സുന്ദരമായിട്ടുള്ള കാഴ്ചകളും ഒക്കെയാണ് നമുക്കിതാ ഈ ഒരു പുലികളിയിൽ കാണാൻ കഴിയുന്നത്. ഇതൊരു വളരെ ഒരു പ്രകടമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും ഒക്കെ സന്ദേശം നൽകുന്ന ഒരു ആഘോഷമാണ്. അത്തരം കാഴ്ചകൾ, സുന്ദരമായിട്ടുള്ള ആ ഒരു കാഴ്ചകൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള വൈബിലേക്ക് പുലികളി എത്തുന്നു. ഇപ്പോൾ തൊട്ട് പിറകിൽ ടാബ്ലോ വരുന്നുണ്ട്, നിശ്ചല ദൃശ്യങ്ങൾ. അത് ഓരോ ദേശക്കാർക്കൊപ്പവും ഇത്തരത്തിലുള്ള ടാബ്ലോകൾ ഉണ്ടാകും. ആ ടാബ്ലോകളും ഒരുപാട് സന്ദേശവും ഒരുപാട് കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള വൈബിലേക്ക് തൃശ്ശൂർ അക്ഷരാർത്ഥത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കണ്ണും കാതും ഒക്കെ ഇന്ന് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ പൂരത്തോടൊപ്പം തന്നെ എന്ന് പറയാം പുലികളിയും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും ഒക്കെയുണ്ട്. ആ പ്രാധാന്യം ഒക്കെ ഉൾക്കൊണ്ടാണ് നിരവധി പേർ ഇത്തരത്തിൽ ഒരു ദേശത്തിൻ്റെ ആകെ ആഘോഷമായി തടിച്ചുകൂടിയിരിക്കുന്നത്. ആ കാഴ്ചകളാണ് നമുക്ക് ഈ സ്ഥലത്ത് നിന്നും ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഇത് നമ്മളും ആസ്വദിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ ഒരു മുഹൂർത്തത്തിലൂടെ തൃശ്ശൂർ സഞ്ചരിക്കുന്നു എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. അങ്ങനെ ആവേശം അതിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുകയാണ്. നമ്മളുടെ സ്ക്രീനിൽ ഒരു വശത്ത് കാണാം നമ്മുടെ വയനാടിനെ ചേർത്ത് പിടിച്ചു നിർത്തുന്ന ആ ഒരു ദേശക്കാരെയും നമ്മൾക്ക് കാണാം. അങ്ങനെ മറന്നിട്ടില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഓണക്കാലത്ത്, ഈ ഓണത്തിന് നമ്മൾ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം നാട്ടുകാർ, നമ്മുടെ വയനാടിനെ ചേർത്ത് പിടിക്കണമായിരുന്നു. അത്രത്തോളം നന്മയുടെ ഒരു ഓണക്കാലമായിരുന്നു. അത് ഇവിടെയും മറന്നിട്ടില്ല എന്നുള്ളതാണ് കാണുമ്പോൾ ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട്. അങ്ങനെ അത് ഏത് ദേശത്തിൻ്റെതാണ് എന്നുകൂടി ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അത് ഏത് ദേശത്തിൻ്റെതാണ് എന്നൊക്കെ അറിയാം. എന്തായാലും പുലികളെല്ലാം തന്നെ മടവിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. കാഴ്ചകളെല്ലാം തന്നെ മനോഹരമാണ്. ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ അതിമനോഹരമായ കാഴ്ചകളൊക്കെ തന്നെയും. നമ്മൾ ആ വയനാട് ദുരന്ത സമയത്ത് കേട്ടതാണ്, ഒരമ്മയുടെ കഥ നമ്മൾ കേട്ടതാണ്. ആ ഗജവീരൻ അവരെ സംരക്ഷിച്ചു നിർത്തിയ ആ കഥയെല്ലാം കേട്ടതാണ്. അത് ഒരു ദേശത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നു എന്നുള്ളതും ഈ പുലിക്കളിക്കാലത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയായി മാറുകയാണ്. അങ്ങനെ നാടിനെ ചേർത്ത് പിടിച്ച എല്ലാവരും ഒന്നിച്ചെത്തുന്ന ഒരു കാലം കൂടിയായി മാറുകയാണ്. തൃശ്ശൂരിൽ കാണാം, സൂചി കുത്താൻ പോലും ഇടമില്ലാതെ അങ്ങനെ പുലികൾ ഒന്നൊന്നായി വരുന്നു. അതിനോടൊപ്പം തന്നെ മേളക്കാരും നാട്ടുകാരും എല്ലാ ജനങ്ങളും ഒരേപോലെ തന്നെ ആവേശത്തിൽ ആറാടുകയാണ് എന്ന് നമുക്ക് പറയാം. പ്രജീഷ് കൈപ്പള്ളി ഇനി നിങ്ങളോടൊപ്പം ഉണ്ടാകും. പ്രജീഷ്, ആവേശത്തിന് ഒരു കുറവുമില്ല കേട്ടോ. അതെ പൂജ, വല്ലാത്ത വൈപ്പാണ്. പെരുമയുടെ പെരുങ്കളിയാട്ടം അങ്ങനെ താളത്തിനൊപ്പം ഉല്ലസിച്ചുകൊണ്ട് തൃശ്ശൂർ പേരൂരിനെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കൊണ്ട് പുലികൾ ഇങ്ങനെ കീഴടക്കിയിരിക്കുന്നു. സ്വരാജ് റൗണ്ടിനെ കീഴടക്കിയിരിക്കുന്നു. വല്ലാത്ത വൈബിലേക്ക് പോവുകയാണ് തൃശ്ശൂർ. അങ്ങനെ നൂറുകണക്കിന് വരുന്ന പുലികൾ, 370ഓളം പുലികളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. തൃശ്ശൂർ പേരൂരിനെ ഈ സായം സന്ധ്യയിൽ അങ്ങ് ആഘോഷത്തിന്റെ തേരിലേറ്റി കൊണ്ടുപോകുന്നു. വരയം പുലികളും കരിമ്പുലികളും കുട്ടിപ്പുലികളും അങ്ങനെ തൃശ്ശൂർ പേരൂരിനെ ഈ സായം സന്ധ്യയിൽ കീഴടക്കിയിരിക്കുന്നു. ആഘോഷത്തിന്റെ വല്ലാത്ത കൊടിയേറ്റത്തിലേക്ക് തൃശ്ശൂർ പോകുന്നു. പൂരമാണ് തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ പെരുമ. അതിനൊപ്പം അതിൻ്റെ സാമാന്യതയ്ക്കൊപ്പം തന്നെ മറ്റൊരു പുലിക്കളിയാട്ടം കൂടി നമ്മൾ ഈ വർഷം കാണുകയാണ്. അങ്ങനെ ആഘോഷ രാവിൽ ഒരുപാട് ഫ്ലോട്ടുകളൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. വരയൻ പുലികൾ, കരിമ്പുലികൾ, കുട്ടിപ്പുലികൾ, അങ്ങനെ ഒരുപാട് ദൃശ്യവിസ്മയങ്ങൾ തീർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പുലികളിയാട്ടം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ ഈ പൊൻപുലരയെ സാക്ഷി നിർത്തി രാവിലെ മുതൽ ചായമണിഞ്ഞ് ക്യാൻവാസ് ശരീരത്തിൽ തീർത്ത് നൂറുകണക്കിന് വരുന്ന ആരാധകർക്കൊപ്പം ആർപ്പുവിളികളുമായി പുലികൾ ഇങ്ങനെ ശക്തന്റെ തട്ടകത്തെ വാനോളം എത്തിക്കുകയാണ്. വാനോളം എത്തിക്കുന്നു.
ധന്യമാക്കുന്നു ഈ സായം സന്ധ്യ അങ്ങനെ ധന്യമാക്കിക്കൊണ്ട് മറ്റൊരു പുലികളിയാട്ടം, മറ്റൊരു പുലികളി കൂടി നമ്മൾ കാണുകയാണ്, കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇനി സ്വരാജ് റൗണ്ടിൽ ഇനി നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ എല്ലാ പുലികളും ഒത്തുചേരുന്നു. അതിനെ അകമ്പടി സേവിച്ചുകൊണ്ട് ഫ്ലോട്ടുകളുണ്ട്, വർണ്ണവിസ്മയങ്ങൾ തീർത്ത് വാദ്യമേളങ്ങളുണ്ട്, കരഘോഷത്തോടുകൂടി ആയിരക്കണക്കിന് ആരാധകർ വർഗ ഭേദമന്യേ എല്ലാവരും സമന്വയിപ്പിക്കുന്ന നമുക്ക് മാത്രം, നമ്മുടെ കേരളത്തിന് മാത്രം അവകാശപ്പെടുന്ന മറ്റൊരു കലാരൂപമായി പുലികളി മാറുകയാണ്. അങ്ങനെ ആവേശം നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മാതൃഭൂമി ന്യൂസ് രാവിലെ മുതൽ ഇടതടവില്ലാതെ അണമുറിയാതെ പ്രേക്ഷകരിലേക്ക് പുതിയ കാഴ്ചകൾ, പുത്തൻ കാഴ്ചകൾ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ നിമിഷവും പുതിയ കാഴ്ചകളാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ഇത്തവണത്തെ ഈ നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ കാഴ്ചകളാണ് നേരത്തെ നമ്മൾ കണ്ടത്. വയനാട് ദുരന്തം നമ്മെ ഒരുപാട് വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ച് കടന്നുപോയ ആ ദുരന്തം കൂടി ഒരു ഫ്ലോട്ടായി ഈ ദൃശ്യവിസ്മയത്തിനൊപ്പം നമ്മൾ കാണുകയാണ്. അങ്ങനെ പുലികളിയുടെ മഹാരൂപം ഇത്തവണ 7 കരക്കാർ 7 ദേശക്കാർ മാറ്റുരയ്ക്കുന്ന മഹാപൂരത്തിന്റെ പെരുങ്കളിയാട്ടം അത് സമന്വയത്തിലേക്ക് പോകുന്നു. അതിന്റെ അവസാന നിമിഷത്തിലേക്ക് പോവുകയാണ് സന്ധ്യ. ഓരോ നിമിഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ നോക്കൂ, ഈ ഫ്ലോട്ട് വളരെ സവിശേഷമായ പല ഫ്ലോട്ടുകളും ഇതിനെ ഈ പുലികളിയാട്ടത്തെ കൂടുതൽ ധന്യമാക്കാനും വർണ്ണവിസ്മയമാക്കാനും നമ്മോടൊപ്പം നമുക്ക് ഈ കാഴ്ച വർണ്ണവിസ്മയങ്ങൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഇത്തവണത്തെ പൂരം വലിയ വേറിട്ട ഒരു വിസ്മയ കാഴ്ച തൃശ്ശൂരിനെ സമ്മാനിക്കുന്നു, മലയാളിക്ക് സമ്മാനിക്കുന്നു. അങ്ങനെ പെൺപുലികളും കരിമ്പുലികളും കുട്ടിപ്പുലികളും എല്ലാം വർണ്ണവിസ്മയങ്ങൾ തീർത്ത് ആടുകയാണ്, നിറഞ്ഞാടുകയാണ്. വല്ലാത്ത വൈബ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വൈബിലേക്ക് തൃശ്ശൂർ പോകുന്നു. ആഹാ, എന്തൊരു വിസ്മയം, എന്തൊരു മനോഹാരിത എന്ന് നമുക്ക് മാത്രം അവകാശപ്പെട്ട രാവിലെ മുതൽ ശരീരത്തിൽ ക്യാൻവാസ് തീർത്തുകൊണ്ട് വർണ്ണ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടുള്ള ആ ഒരു ആട്ടം, അരമണിക്കിലേക്ക് വയറ് കിലുക്കി കുംഭകിലിക്കിയുള്ള ആട്ടം നോക്കൂ. അത് വല്ലാത്ത ഒരു വിസ്മയ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മെ സംബന്ധിച്ചോളം പുലികളി എന്നത് നമ്മുടെ പൗരാണികമായ പുരാതനമായിട്ടുള്ള പെരുങ്കളിയാട്ടത്തിൻ്റെ ഒത്തുചേരലായി അത് മാറുകയാണ്. തൃശ്ശൂർപേരൂരിനെ വർണ്ണവിസ്മയത്തിൽ ആഴ്ത്തിക്കൊണ്ട് പല നിറങ്ങളിലുള്ള പുലികൾ, ശരീരം ഒരു ക്യാൻവാസാണ്, ശരീരത്തെ ഒരു ക്യാൻവാസാക്കി മാറ്റി എത്രയോ നാളത്തെ അധ്വാനമാണ് ഈ കലാകാരന്മാരെ സംബന്ധിച്ചോളം അവരുടെ പൂർത്തീകരണം ഈ ദിവസം അവരെ ധന്യമാക്കുന്നത്. അങ്ങനെ ഒരുപാട് ഈ പ്രത്യേകിച്ച് പുലികളെ സംബന്ധിച്ചോളം, പുലികളുടെ മേന്മയെ സംബന്ധിച്ചോളം ഏറ്റവും വയറ് കൂടുതലുള്ള പുലികൾക്കാണ് വീര്യമുള്ളത്, ശൗര്യമുള്ളത്. അങ്ങനെ പെൺപുലികളും ഇത്തവണ ഈ പുലികളി ആട്ടത്തെ, തൃശ്ശൂരിൻ്റെ മഹാമേളയെ കൂടുതൽ ധന്യമാക്കുന്നുണ്ട്. പെൺപുലികളും ഇറങ്ങിയിട്ടുണ്ട്. മടകളിൽ നിന്നും 7 മടകളിൽ നിന്നാണ് പുലികൾ ഇറങ്ങിയിരിക്കുന്നത്. 7 മടകളിൽ നിന്ന് ഇറങ്ങിയ പുലികൾ, 370ഓളം വരുന്ന പുലികൾ തൃശ്ശൂരിനെ ശക്തന്റെ തട്ടകത്തെ പിടിച്ചു കുലുക്കുന്നു. നോക്കുക, വർണ്ണ വിസ്മയങ്ങൾ തീർത്ത് കുംഭ കുലുക്കുന്നു, അരമണി കിലുക്കുന്നു. വരയംപുലി, കരിമ്പുലി, കുട്ടിപ്പുലി, പെൺപുലി, അങ്ങനെ താള വിസ്മയ മേളം തൃശ്ശൂരിനെ ധന്യമാക്കുന്നു. രാവിലെ മുതൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്, ഇടതടവില്ലാതെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഒരുപാട് ആരാധകർ, ലോകമെമ്പാടുമുള്ള മലയാളി ആരാധകരെ സംബന്ധിച്ചോളം തൃശ്ശൂർ പൂരവും തൃശ്ശൂർ പുലികളിയും നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഓണത്തിൻ്റെ അവസാന നാളുകളെ ഓണത്തിനെ ധന്യമാക്കുന്ന, ഓണത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആവേശമാണ് തൃശ്ശൂരിൻ്റെ നമ്മുടെ പുലികളി. ആ പുലികൾ ഒത്തുചേർന്നിരിക്കുന്നു. വിവിധ ദേശങ്ങൾ, 7 കരകളിൽ നിന്നുള്ള പുലികൾ, 370ഓളം പുലിക്കുട്ടന്മാർ വന്ന് സംഗമിക്കുന്നു, ആടുന്നു, കൊട്ടുന്നു. ഒപ്പം ഈ പുലികളിയെ ധന്യമാക്കാൻ, ആവേശത്തിലേക്ക് താഴ്ത്താൻ വാദ്യമേളങ്ങൾ അകമ്പടി സേവിക്കുന്നുണ്ട്. അവിടെ പിങ്ക് പുലിയുണ്ട്, ഫ്ലൂറസെന്റ് പുലിയുണ്ട്. പല രീതിയിൽ സസ്പെൻസ് നിറച്ചു വെച്ച് പല ദേശക്കാരും അവസാന നിമിഷം കുടമാറ്റത്തെ പോലെ, കുടമാറ്റം നമ്മൾ കാണാറുണ്ട്, അവസാന നിമിഷം സസ്പെൻസ് പോലെ ഇറക്കുന്ന പുലിക്കുട്ടന്മാരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തൃശ്ശൂരിൻ്റെ ആ വഴിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു പോകുന്നു. ആവേശത്തേരിലേറ്റി കരഘോഷം, കരവിസ്മയം, അങ്ങനെ ഈ സന്ധ്യയെ വർണ്ണവിസ്മയമാക്കുകയാണ്. ആ കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശക്തന്റെ തട്ടകത്തിൽ ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ ആ പുലിക്കുട്ടങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ആർപ്പുവിളി, ആരവം, കൈകൊട്ടിപ്പാട്ട്. ദേശക്കാരെ സംബന്ധിച്ചോളം തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ധന്യമാകുന്ന അവരുടെ കാത്തിരിപ്പാണ്, ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ പുലികളി ആഘോഷം, പുലികളി ആവേശം. നിറക്കൂട്ടുകൾ ചാലിച്ച് ശരീരത്തെ ഒരു ക്യാൻവാസാക്കി മാറ്റിക്കൊണ്ട് അശ്രാന്ത പരിശ്രമത്തോടുകൂടി കൊണ്ടുപോകുന്ന 1.5 മണിക്കൂറാണ് ഈ ചായം ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുന്നത്. അങ്ങനെ നിൽക്കുകയാണ് ആവേശത്തോടൊപ്പം. നിരവധി വാഹനങ്ങളിലും പുലികൾ കയറി, പുലികൾ അവരുടെ പ്രകടനം, അവരുടെ ശരീരത്തിന്റെ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടുള്ള ആട്ടം നടത്തുന്നുണ്ട്. നൃത്ത ചുവടുകൾ വയ്ക്കുന്നുണ്ട്. പുലിച്ചുവടുകൾ ശൗര്യമേറുകയാണ്, ശൗര്യമേറുന്നു.
ശൗര്യം പുലികൾക്ക് ഏറി വരികയാണ്. അവസാന നിമിഷത്തിലേക്ക് വർണ്ണവിസ്മയങ്ങൾ പോകുന്നതിന്റെ കാഴ്ചയാണ്. ക്ലൈമാക്സിലേക്ക് പുലികളെ എത്തുന്നു, പുലി ആരവം എത്തുന്ന കാഴ്ചയാണ്. സിറാജ് റൗണ്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേർന്നുണ്ട്. അക്ഷയ വീക്കിലും ഒക്കെ തന്നെ രാവിലെ മുതൽ ആവേശം പ്രേക്ഷകരിലേക്ക് വാരി വിതറിക്കൊണ്ട് രാഗിനുമൊക്കെ ഉണ്ട്. അക്ഷയ, എങ്ങനെയാണ് പുലിക്കുട്ടന്മാർ ഒരുമിച്ച് ചേരുമ്പോഴുള്ള ശൗര്യം എങ്ങനെ? ആ താളത്തിന്റെ ആംബിയൻസ് നമുക്ക് കേൾക്കാം. ഓരോ ദേശത്തെയും പുലികൾ അവർക്ക് ആവേശം അങ്ങനെ അണപൊട്ടുകയാണ്. അവർ ഇത്രയും നാൾ കരുതി വെച്ച അവരുടെ സങ്കല്പങ്ങളുടെയും അവരുടെ പ്രതീക്ഷകളുടെയും ഒക്കെ തന്നെ പൂർത്തീകരണം, അത് ചുവടുവയ്പായി ഇപ്പോൾ ശക്തന്റെ തട്ടകത്തെ കൊട്ടിഘോഷമാക്കുന്നു. കരഘോഷത്തിലേക്ക് എത്തുകയാണ്. അവരുടെ ചുവടുവയ്പ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സന്ധ്യയെ ധന്യമാക്കുന്നു. വർണ്ണവിസ്മയങ്ങൾ തീർത്തുള്ള ആ പുറപ്പാടാണ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകൾ എത്രയോ വർണ്ണവിസ്മയങ്ങൾ തീർത്തുകൊണ്ടുള്ള പൗരാണികതയുടെ പേര്